നമസ്കാരം, KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. മലയോര ഹൈവേയിലെ കാറ്റാങ്കവലയിലാണ് അപകടമുണ്ടായത്. കാസർഗോഡ് വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20-ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. റെയിൽവേ സ്റ്റേഷൻ കറന്തക്കാട് റോഡിന്റെ ദയനീയാവസ്ഥ. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നൌഫൽ ട്രെയിനിടിച്ച് മരിച്ചതല്ല, കൊലപ്പെടുത്തിയതെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന യോഗം നടത്തി. അസിസ്റ്റന്റ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ M നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ ഡ്യുവൽ ചേംബർ ലീഡ്ലെസ് പേസ് മേക്കർ ഇനി കാസർഗോട്ടും. ചരിത്ര നേട്ടവുമായി കാസർഗോഡ് മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി അഖില കേരള നാടകോത്സവം നടത്തി. ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്ന് കവയിത്രി CP ശുഭ. തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് അത്ലറ്റിക് മീറ്റ് 2025 നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്നു. 60 ഇനങ്ങളിൽ 500 കായിക താരങ്ങൾ മാറ്റുരച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. മലയോര ഹൈവേയിലെ കാറ്റാങ്കവലയിലാണ് അപകടമുണ്ടായത്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ് കാറ്റാങ്കവലയിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റതായാണ് വിവരം. കാസർഗോഡ് മലയോര ഹൈവേ കാറ്റാംകവല മറ്റപ്പള്ളി വളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. 55ഓളം അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. 48 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു തീർത്ഥാടകൻ മരണപ്പെട്ടു. 6ഓളം പേരുടെ നില ഗുരുതരമാണ്. വിവരമറിഞ്ഞ് നാട്ടുകാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയാണ് ബസ്സിലുള്ളവരെ പയ്യന്നൂർ ഭാഗത്തെയും ചെറുപുഴയിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. പരിക്കേറ്റവരിൽ 6 പേർ കുട്ടികളും ബാക്കിയുള്ളവർ മുതിർന്നവരുമാണ്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20-ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലുമടക്കം വിമതർ വ്യാപകമായി രംഗത്തു വന്ന സാഹചര്യത്തിലാണ് നടപടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കുന്ന ഈസ്റ്റേലേരി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ജെയ്സൺ തോമസ്, 3-ാം വാർഡിൽ ജെസ്സി ടോം, 7-ാം വാർഡിൽ ജോൺ പേണ്ടാനം, 9-ാം വാർഡിൽ മാത്യു സെബാസ്റ്റ്യൻ, 14-ാം വാർഡിൽ ത്രേസ്യാമ ടോമി, കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ PM ബേബി, പാലത്തനാടിയിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ സെമീറ റിയാസ്, എൺമകജെ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ അബ്ദുൽ ലത്തീഫ്, ബളാൾ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ സനോജ് മാത്യു, ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ സലിം യടനീർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ മാധവി മുണ്ടോൾ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ P വിജയൻ, നീലേശ്വരം നഗരസഭ 34-ാം വാർഡിൽ V ഉഷ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് എരിയാൾ ഡിവിഷനിൽ പർവീൻ ടീച്ചർ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പുത്തികെ ഡിവിഷനിൽ ഷുക്കൂർ കനാജെ എന്നിവരെയും വിമത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ സജി മണ്ണൂർ, ജോഷി പാലത്തനാടിയിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ റിയാസ്, കേശവ ദർബാർകട്ട, ബളാൽ ഗ്രാമപഞ്ചായത്തിലെ NT മാത്യു എന്നിവരെയും KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. DCC പ്രസിഡന്റ് PK ഫൈസലാണ് ഇക്കാര്യം അറിയിച്ചത്. വിമതർ രംഗത്ത് വന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നടപടി സ്വീകരിച്ചതെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റെയിൽവേ സ്റ്റേഷൻ കറന്തക്കാട് റോഡിന്റെ ദയനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കിയതോടെയാണ് പ്രതിഷേധമൊഴിഞ്ഞത്. ദിവസങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ റോഡ് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ കറന്തക്കാട് റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. മാസങ്ങളായി അടച്ചിട്ട് ടാർ ചെയ്ത റോഡ് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു തകർന്നത്. കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടാക്കിയ റോഡിന്റെ ദയനീയാവസ്ഥയാണ് യുവമോർച്ച പ്രവർത്തകരുടെ സമരത്തിലേക്ക് നയിച്ചത്.
മഴയ്ക്ക് മുൻപ് 1 മാസത്തിലേറെ ഗതാഗതം നിർത്തിവെച്ചാണ് ടാറിംഗ് പ്രവൃത്തികൾ നടത്തിയത്. ആ റോഡാണ് ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായത്. എന്നാൽ ദിവസങ്ങളായിട്ടും ഇത് നന്നാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കി. जय 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 भारत माता, जय 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 भारत माता, जय 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 युवा मोर्चा, जय 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 युवा मोर्चा, जय 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 भारत माता, जय 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 भारत माता. ഉച്ചപ്പണി നടത്താതെ, ഉച്ചപ്പണി നടത്താതെ, ഉച്ചപ്പണി നടത്താതെ, ഉച്ചപ്പണി നടത്താതെ. കാസർഗോഡിൻ ജനതയെല്ലാം, കാസർഗോഡിൻ ജനതയെല്ലാം, കാസർഗോഡിൻ ജനതയെല്ലാം, കാസർഗോഡിൻ ജനതയെല്ലാം. റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയതയിൽ പ്രതിഷേധവുമായി പരിസരത്തെ വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും പരിസരത്തെ വ്യാപാരികളുടെയും ദുരിതമകറ്റണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നൌഫൽ ട്രെയിനിടിച്ചു മരിച്ചതല്ല കൊലപ്പെടുത്തിയതെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1-നാണ് ഉപ്പള റെയിൽവേ ട്രാക്കിന് സമീപം നൌഫലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നു മുതൽ തന്നെ കൊലപാതകമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ട്രെയിനിലേക്ക് ഒരു കാല് പൊളിക്കണമെങ്കിൽ ട്രെയിനിൻ്റെ അടിക്ക് ഇത് കാല് വെക്കണം. ട്രെയിനിൻ്റെ പട്ടയിലേക്ക് വെച്ചെങ്കിൽ മാത്രം കാല് പീസാവും. അപ്പോൾ പട്ടയിൽ കാല് വെച്ചെങ്കിൽ പീസാവും. രണ്ടാമത് പാൻറ്റിൻ്റെ മേലെ അതിൻ്റെ കല വേണമല്ലേ, ആ ട്രെയിനിൻ്റെ പട്ട അത് ഇവരിലില്ല, കാല് കട്ടായിട്ടുണ്ട്. മൂന്നാമത്തത് അവൻ ഇട്ടിനെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അവൻ ഉറങ്ങുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്, അവന് കാറിൽ ഇങ്ങനെ കിടന്നാണ് ഉറങ്ങൽ. അപ്പോൾ ആ ഇടിട്ടുന്നത് അപ്പോൾ ട്രെയിൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിൻ കാട്ടാൻ പറ്റുമോ? ഇങ്ങനെ കാട്ടിയെങ്കിൽ ഇടുക്കടി വീഴും, ഇടുക്കടി വീഴും. ട്രെയിനിലേക്ക് എങ്ങനെ കാട്ടിയെങ്കിലും ട്രെയിൻ സ്പീഡായിട്ട് വരുന്നതാണ്, ട്രെയിൻ സ്ലോ വരുന്ന സ്ഥലമല്ല അത്. ഏതൊരു ട്രെയിനും ലോക്കൽ ട്രെയിൻ ആ സമയത്ത് ഇല്ല അവിടെ. അപ്പോൾ സ്പീഡായിട്ട് വരുന്ന ട്രെയിനിലേക്ക് വീണെങ്കിൽ അവിടെ ചോര വേണമല്ലേ. അവിടെ എവിടെ നോക്കിയെങ്കിലും ചോര എന്ന് പറയുന്ന സംഭവം കാണുന്നില്ല. ചോര ഫുള്ള് ഡ്രൈ ആണ്. അപ്പോൾ അവൻ്റെ തടിയിൽ ചോരയില്ലായിരുന്നാ? ചോര അവൻ്റെത് ലേശോടെ ചോര ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവനവിടെ കൊണത്തി എറിഞ്ഞ സമയത്ത് ഇവിടെ ഒരു അടി പറ്റിയിട്ടുണ്ട് തലയിൽ. അത് കല്ലിൻ്റെ അടിയായിരിക്കും. ആ ചോര മാത്രം അവർ കാണുന്ന വിട്ടെങ്കിൽ എന്ത് വേണം. ഞങ്ങളെ വീട്ടിൻ്റെ ഒരു കോയിനർത്താലാണ്, ഒരു ആടിനർത്തമെങ്കിൽ ആ സ്ഥലത്ത് എത്ര ചോര ഉണ്ടാവും? ഇത് ഒരേ തുറ്റി ചോരം പോലും ഇല്ലാത്ത സ്ഥലം ഇത് ജാഗയാണിത് ട്രെയിന്. അപ്പോൾ ഇത് സംഭവം എന്ത് നെറ്റി ആർക്കും മനസ്സിലായിക്കൊണ്ടില്ല. പിന്നെ CC ക്യാമറയിൽ നോക്കും. CC ക്യാമറ എല്ലാം CC ക്യാമറ ഫുട്ടേജ് ഇവരുണ്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. ചില CC ക്യാമറ ഇവൻ സിംഗിൾ പോയിട്ട് നടന്നുകൊണ്ട് പോകുന്ന സ്ഥലത്ത് മാത്രമേ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എണ്ടായിന് ഒരു കാറിലേക്ക് എത്തുമ്പോൾ എണ്ടായിന് ഒരു കാർ രണ്ട് കാർ അപ്പുറത്ത് ഇപ്പുറത്ത് വന്നുള്ള CC ക്യാമറ കാണിക്കുന്നില്ല. അത് 2 പ്രാവശ്യം പോയിന് അതേ സ്ഥലത്ത്. ആ കാറ് ഒരു സെക്കൻഡ് അവിടെ നിർത്തിയതിന്. അപ്പോൾ ആ കാറിന് ഇവർ ഇൻക്വയറി ആക്കിന് പറയുന്നത്. അപ്പോൾ ഇൻക്വയറി ആക്കി വിട്ടാൽ മതി ആര്. പിന്നെ ഇവൻ്റെ ഫ്രണ്ട്സ്മാർ എത്ര ആളെ പേര് കൊടുത്തിട്ടുണ്ട്, അവരാരും ഇൻക്വയറി ചെയ്തിട്ടില്ല. അവർ ഒരേ ശബ്ദത്തിൽ ഇവിടുത്തെ ഞങ്ങളെ കേരള പോലീസുകാർ ഒരേ ശബ്ദത്തിൽ അതിന് തീർത്തലക്കി ട്രെയിൻ അടിച്ചിട്ട് അവന് മരണപ്പെട്ടെന്ന്. പിന്നെ കല്യാണത്തിൻ്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ ഇവർ പോലീസുകാർ കല്യാണത്തിൻ്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്വന്തം സംബന്ധമാണ്. അവിടെ ആ കല്യാണിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ അളിയൻ്റെ ദൂരത്തൊരു സംബന്ധമാണ്. അപ്പോൾ അവരോട് ഞങ്ങൾ പോയിട്ട് അന്വേഷിക്കുമ്പോൾ കല്യാണത്തിന് ഇവൻ വന്നിട്ടില്ല. നൗഫാലിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നൗഫാൽ വന്നിട്ട് എന്താ പറയുക, നൗഫാൽ വിളിക്കാതെ കല്യാണത്തിന് എപ്പം പോവില്ല.
നാട്ടിൽ ഒരു കല്യാണം ചെയ്യുന്നുണ്ടെങ്കിൽ നൗഫാലിൻ്റെ അടുത്ത് വരും, ആര് പാവത്തിൻ്റെ വരും, വന്ന് ചോദിക്കും ഞങ്ങൾ കല്യാണം മോളെ. അപ്പോൾ അവർ ചോദിക്കും നിനക്ക് എന്ത് വേണമെന്നാണ് നൗഫ ചോദിക്കൽ, നിനക്ക് എന്ത് വേണം? അപ്പോൾ ഞങ്ങൾക്ക് പൊന്നായിട്ടില്ല, ഞങ്ങൾക്ക് ഫുഡിൻ്റെ വ്യവസ്ഥ ആയിട്ടില്ല, ഞങ്ങൾക്ക് ഡ്രസ്സിൻ്റെ വ്യവസ്ഥ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇടീ നാട്ടിലേക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ നൗഫാൽ. വീടാവട്ടെ ഹോസ്പിറ്റലാവട്ടെ കല്യാണം, ഈ മൂന്നിനും ഹെൽപ്പ് ചെയ്യും. അവൻ റോഡിസം കൊണ്ട് അവൻ തെറ്റ് ചെയ്ത ആളാണ്. അന്നെങ്കിലും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര തന്നെ ഹെൽപ്പും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് കല്യാണത്തിന് പോയില്ലെങ്കിൽ കല്യാണം എൻ്റെ റിലേഷൻകാരാണ്. അപ്പോൾ കല്യാണത്തിൻ്റെത് അതിൻ്റെ ഡീറ്റെയിൽസ് ആ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സ്മാർ ആരെല്ലാം പോയിന്നിട്ട് അതും പറയുന്നില്ല. അതും പോലീസുകാർ പറയാൻ റെഡിയില്ല. അപ്പോൾ അവരും അന്വേഷിച്ചിട്ടില്ല. പിന്നൊന്ന്, അവന് ഒറ്റയ്ക്ക് സിംഗിൾ പോകുന്ന ഡ്രഗ്സ് വലിക്കാൻ മാത്രമാണ്, വേറെ എന്തിനും അവൻ സിംഗിൾ പോവില്ല. അവന് ഡ്രഗ്സ് അടിമയാണ്, ഡ്രഗ്സ് വ്യാപാരമല്ല, ഡ്രഗ്സ് അടിമയാണ്. അത് ഞങ്ങൾ ഒപ്പുന്നുണ്ട്. അപ്പോൾ ഡ്രഗ്സ് വലിക്കാൻ അവൻ സിംഗിൾ പോകുന്നുണ്ടെങ്കിലും ആ ഡ്രഗ്സിനെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവനുണ്ട്, ഡ്രഗ്സ് വലിക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് അവനുണ്ട്. അവരും ഇവന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ റെഡിയുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അവരെ കൂടെ പോയിട്ട് ഡ്രസ്സ് ഒരു കച്ചവടം എന്നല്ല എനിക്കറിയും. ഡ്രഗ്സ് കച്ചവടം എന്നില്ലെങ്കിൽ ഇടീ നാട്ടിനെ വെടക്കാക്കാൻ, ഇടീ ബാലക്കാരെല്ലാം വെടക്കാക്കാൻ, അതിന് വേണ്ടി പൈസ കിട്ടുന്ന പറഞ്ഞിട്ട് എന്നും ചെയ്യും അവർ. നാളെ ഇവന് വേണ്ടിയിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പൈസ എടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ഡ്രഗ്സ് കച്ചവടം ചെയ്യുന്നവന് എന്നും ചെയ്യും, സ്വന്തം ഭാര്യനും വിൽക്കും. എന്നല്ലെങ്കിൽ ഡ്രസ്സ് എന്നല്ലെങ്കിൽ അങ്ങനത്തെ സാധനമാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഡ്രഗ്സ്. അപ്പോൾ ഇവന് അപ്പോൾ ആ ഡ്രഗ്സ് വലിക്കുമ്പോൾ ഒന്നിച്ചല്ലാതെ ഈ പോലീസുകാർ ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് അവരെ മേലെ ആക്ഷൻ എടുക്കണം, അവരെ അന്വേഷിക്കണം. പിന്നെ അവന് എത്രയോ ശത്രുക്കളുണ്ട്, അവനെ കൊല്ലാനായിട്ട് തേടുന്ന എത്രയോ ശത്രുക്കളുണ്ട്. അവൻ ഇതേ ജാഗയിൽ സിംഗിൾ പോയിട്ട് ഇത് സെമീർ എന്ന് ഉള്ളാളത്തെ സെമീർ എന്ന് പറഞ്ഞ ആളെ കൊല്ലുന്ന സമയത്ത് ഇവൻ സിംഗിൾ പോയിട്ട് അതേ ഉള്ളാളത്തെ ഈ ടീമുണ്ടല്ലോ, ഇവൻ്റെ വിരോധി ടീമുണ്ട്, ആ ടീമിൻ്റെ വരെ അതേ ഏലത്തിൽ പോയിട്ട് ബീച്ചിൽ സിംഗിൾ പോയിട്ട് ഇരുന്നൊരു വ്യക്തിയാണ്. അപ്പം എന്താ അവനെ കൊന്നിട്ടില്ലാരും പറഞ്ഞെങ്കിൽ നൗഫാലിന് അത്ര പെട്ടെന്ന് ആർക്കും കൊല്ലാനും പറ്റില്ല, എല്ലാവർക്കും അറിയും, ഇടീ നാട്ടിലേക്ക് അറിയും. അത് 12 വയസ്സിൻ്റെ പുള്ളറിന്ന് പിടിച്ചിട്ട് 80 വയസ്സിൻ്റെ വയസ്സന്മാരത്തോളം അറിയും നൗഫാലിനെ സിംഗിൾ ആർക്കും ആക്കാൻ പറ്റില്ല. സംഘപരിവാറിൻ്റെ പ്രോഗ്രാം വന്നെങ്കിലും അവർക്കും പറ്റിയിട്ടില്ല. 10-30 ആൾ വന്നിട്ട് അവനെ അടിക്കാൻ വന്ന് അവർക്കും പറ്റിയിട്ടില്ല. അവൻ ഓടുന്നൊരു ആളല്ല. എല്ലാവരും പറഞ്ഞു അവൻ ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടാവും, ഓടിയിട്ട് ട്രെയിൻ അടിക്കും. അവൻ്റെ ജീവൻ അവനെ തല അർത്താലും അവന് ഓടില്ല. ഇതവൻ്റെ സുഖമാണ്. പിന്നെ ഇവൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 23 ലാസ്റ്റ് നമ്പറിന് ഒരു കോല വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്പർ 23, അത് ഫുള്ളായിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല. അത് 23 എല്ലാവർക്കും ഓർമ്മ ഉണ്ട് കൊണ്ട് എൻ്റെ നമ്പർ 23. അത് പോലീസുകാർക്ക് ഫുൾ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് ഇന്ന് വരെ പോലീസുകാർ അത് പിടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് പറഞ്ഞെങ്കിൽ ഇത് മർഡർ എന്ന് പറഞ്ഞാൽ മർഡർ മാത്രം രീതിയിൽ മർഡർ എന്ന് പറഞ്ഞെങ്കിൽ നല്ലൊരു സ്കെച്ച് വെച്ച് തന്നെ മർഡർ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഭയങ്കര വലിയ ആളുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നൗഫാൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരു മംഗലാരത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും, എല്ലാവരും ഫ്രണ്ട്ഷിപ്പും. അവൻ്റെ ഫ്രണ്ട്സ്മാർക്ക് എന്തായെങ്കിലും അവൻ വിട്ടു കൊടുക്കുന്ന ആളല്ല. അവന് വീട്ടിലേക്ക് വേണ്ടിയിട്ട് അത്ര ജാസ്തി കൂടുതലാക്കിയിട്ടുണ്ടാവില്ല, അവന് ഫ്രണ്ട്സ്മാർക്ക് വേണ്ടിയിട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇന്ന സമയത്ത് ചില റൗഡിമാരുണ്ടാന്ന്, ചില ഗുണ്ടകൾ. ഈ ഗുണ്ടകൾക്ക് നൗഫാലിനെ ചെയ്ത് പ്രോബ്ലം ആയിക്കൊണ്ട് ഇവനെ ഗുണ്ട ആക്കിയവർക്ക് തന്നെ കുറേ ആൾക്ക് പ്രോബ്ലം ആയിക്കൊണ്ട്. അപ്പോൾ ഓനെടുത്താൽ ഓൻ്റെ ആളേൽ ഓൻ്റെ വിരോധി ഒരാൾ പേരുണ്ട്, ആ പേരിനെ പറഞ്ഞിട്ട് അവനെ എടുപ്പിച്ചാൽ പിന്നീട് ഈ കർണാടക രാജ്യത്തിലെ A1 ഗുണ്ടാന്നിട്ട് അങ്ങനത്തെ ഒരു പട്ട കെട്ടാന്നുള്ള ഒരു ചിന്തന അവരെ കയ്യിലുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്ന് പോലീസുകാർ ഇതിനെ അന്വേഷിച്ചിട്ട് ഓനെ കൊന്നതെന്ന് നൽകി ഞങ്ങൾക്ക് തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് ഇത്തവണ ശക്തമായ പോരാട്ടത്തിന് വേദിയാകും. യുവനേതാവായ ഹാരിസ് പൈവളികയാണ് LDF വാർഡിൽ ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. ഹാരിസിന്റെ ജനപിന്തുണ വോട്ടായി മാറുമെന്നും മികച്ച ഭൂരിപക്ഷമായിരിക്കും ലഭിക്കുകയെന്നുമാണ് LDFന്റെ കണക്കുകൂട്ടൽ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4ാം വാർഡായ മാണിപ്പാടിയാണ് പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ ശ്രദ്ധാകേന്ദ്രം. മികച്ച പോരാട്ടമായിരിക്കും ഈ വാർഡിൽ നടക്കുകയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാണെന്നും വിജയം കൈപ്പിടിയിൽ ഒതുക്കാമെന്നുമുള്ള പ്രതീക്ഷയാണ് LDFിനുള്ളത്. അതിനുള്ള ആത്മവിശ്വാസം LDFിന് ലഭിക്കുന്നത് യുവനേതാവായ ഹാരിസ് പൈവളികെ കളത്തിലുള്ളതാണ്. LDFിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്ന് അവകാശപ്പെടുന്ന ഹാരിസ് വൻ വിജയം നേടുമെന്നാണ് LDFിന്റെ കണക്കുകൂട്ടൽ. CPM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി അംഗമായും DYFI മഞ്ചേശ്വരം ബ്ലോക്ക് സെക്രട്ടറിയായും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കോർഡിനേറ്ററായും പ്രവർത്തിച്ച ഹാരിസ് പൈവളികെ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമാണ്. മുതിർന്ന CPM നേതാവായിരുന്ന അമ്പക്ക പൈവളികയുടെ ചെറുമകനാണ്. വാർഡിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് ഹാരിസ് പൈവളികെ പറഞ്ഞു. ഇടത് സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അത് നിർണായകമാകുമെന്നും ഹാരിസ് പൈവളികെ കൂട്ടിച്ചേർത്തു. 2ാം റൗണ്ടിലേക്കാണ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക വീടുകളും കയറിയ ശുഭപ്രതീക്ഷയാണ്. CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ്. 100% വിജയ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ വീടുകൾ കയറുമ്പോൾ നല്ലൊരു പിന്തുണ, രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമതങ്ങൾക്കപ്പുറത്ത് നല്ലൊരു പിന്തുണ വോട്ടർമാർക്കിടയിലുണ്ട്. നല്ല നിരവധി ആൾക്കാർ നമുക്ക് വ്യക്തിപരമായി അതുപോലെ തന്നെ പേഴ്സണലായും നമുക്ക് വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട്. ഒരു സംശയവുമില്ലാതെ നല്ല ചരിത്ര ഭൂരിപക്ഷത്തിൽ മാണിപ്പാടി വാർഡിൽ നിന്നും വിജയിച്ചു കയറും. അതുപോലെ തന്നെ മറ്റു പഞ്ചായത്ത് ആകെ LDFിൻ്റെ ഒരു തുടർഭരണം 100% നമുക്ക് പഞ്ചായത്തിൽ നേടാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിവിഷനുകൾ ഈ പൈവളിക പഞ്ചായത്തിൽ വരുന്ന പരിധിയൊക്കെ 100% അട്ടിമറി വിജയം LDF നേടും എന്നതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമായി വിവിധ തലത്തിലുള്ള പരിപാടികൾ LDFിൻ്റെ യോഗം ചേർന്നുകൊണ്ട് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 7ാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി പൈവളിക ടൗണിൽ നടക്കും. അതുപോലെ തന്നെ തുടർന്ന് 9-ാണ് കൊട്ടിക്കലാശം പഞ്ചായത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുള്ളത്. അതോടുകൂടി വിവിധ പരിപാടികൾ കൊട്ടിക്കലാശത്തോടുകൂടി പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ പരിപാടികൾ സമാപിക്കും. അതിൻ്റെ മുന്നോടിയായി വിവിധ വാർഡുകളിൽ വീട് വർക്കിനോടനുബന്ധിച്ച് തന്നെ കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഇതിനോടകം നടന്നുകൊണ്ടുവരുന്നുണ്ട്. പൈവളികെ പഞ്ചായത്തിൽ LDFിന്റെ ഭരണം തന്നെ തുടരുമെന്നും ഹാരിസ് പറഞ്ഞു. വാർഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ സജീവമാണ് ഇപ്പോൾ ഹാരിസ് പൈവളികെ. വീടുകളിൽ നേരിട്ടെത്തിയും പൊതുയോഗങ്ങൾ നടത്തിയുമാണ് വോട്ടഭ്യർത്ഥന. കൈമെയ് മറന്ന് പ്രചരണത്തിനായി പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ഹാരിസിനൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ തലത്തിലുള്ള കായികമേളയിലും കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു. അസിസ്റ്റന്റ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ M നന്ദഗോപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ തലത്തിലുള്ള കായികമേളയിലും കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിക്കുവാനായി യോഗം സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ M നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. കായിക മത്സരങ്ങൾ നമ്മളിൽ ആത്മവിശ്വാസവും സഹകരണ മനോഭാവവും വർദ്ധിപ്പിക്കുമ്പോൾ സൃഷ്ടിപരതയെയും ഭാവനകളെയും കലാമേളകൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓരോ മേഖലയിലും കുട്ടികളുടെ പങ്കാളിത്തം സ്കൂളിലെ സമഗ്രമായ പുരോഗതിയിലേക്കാണ് വഴി തുറക്കുന്നത്. കുട്ടികളുടെ വിജയത്തിന് പിന്നിൽ അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം തന്നെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വലിയ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകും. ഡോക്ടറായി സേവനം ചെയ്തു വന്നിരുന്ന തനിക്ക് IPS ആകണമെന്ന ആഗ്രഹം സഫലമായതിന് പിന്നിൽ കഠിന പരിശ്രമമായിരുന്നുവെന്നും കഠിന പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമ്മുടെ ലക്ഷ്യം നേടുവാനും ജീവിത വിജയം കൈവരിക്കുവാനും കഴിയുകയുള്ളൂവെന്നും ഡോക്ടർ M നന്ദഗോപൻ ഓർമ്മപ്പെടുത്തി.
എത്ര ചെറിയ നേട്ടമാണെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം എന്നാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ നേട്ടം നേടിയ കുട്ടികളെയും ഈ സ്കൂളിനെയും അനുമോദിക്കുന്നതിൻ്റെ ഭാഗമാകാനും അങ്ങനെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ പരിപാടി നടത്താനും അതിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യമായി ഈ അച്ചീവ്മെൻറ്റ്സ് നേടിയ എല്ലാ കുട്ടികളെയും ഞാൻ അനുമോദിക്കുന്നു. അതുകൂടാതെ അച്ചീവ്മെൻറ്റ്സ് നേടിയവരെ മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്, അല്ലേ? ഒരു മത്സര പരീക്ഷയാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ ആണെങ്കിലും അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സമ്മാനങ്ങളോ നേട്ടങ്ങളോ ഒന്നും നേടിയില്ലെങ്കിലും അടുത്ത പ്രാവശ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകണം എന്നുള്ള വിചാരത്തോടെ എല്ലാവരും വർക്ക് ചെയ്യണം. അതുകൊണ്ട് ഏതുതരം കോമ്പറ്റീഷനിലായാലും അതിൽ പങ്കെടുത്തവരെ ഞാൻ ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയാണ്. സ്കൂൾ PTA പ്രസിഡന്റ് PK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ TK മുഹമ്മദ് മുനീർ മുഖ്യാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ സമീർ, ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി EV മിഥുൻ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ MJ ടോമി സ്വാഗതവും പ്രഥമാധ്യാപകൻ PV മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. സ്കൂൾ PTA-യുടെയും മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് നടത്തിയത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വിദ്യാർത്ഥി പ്രതിഭകളെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആനയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകത്തിലെ ആദ്യത്തെ ഡുവൽ ചേംബർ ലീഡ്ലെസ് പേസ് മേക്കർ ഇനി കാസർഗോട്ടും. ചരിത്ര നേട്ടവുമായി കാസർഗോഡ് മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ. 86 വയസ്സുള്ള രോഗിയിൽ വിജയകരമായി അവിയർ DR എന്ന ലോകത്തിലെ ആദ്യത്തെ ഡുവൽ ചേംബർ ലീഡ്ലെസ് പേസ് മേക്കർ ഘടിപ്പിച്ചാണ് ആശുപത്രി ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഡോക്ടർ ഭരതേഷിന്റെ ഈ നേട്ടം രോഗികളോടുള്ള മൈത്രയുടെ ചികിത്സാ നിലവാരത്തെയും ഉറപ്പാക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ആധുനിക ഹൃദയ ചികിത്സാ രംഗത്ത് ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് കാസർഗോഡ് മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ. 86 വയസ്സുള്ള രോഗിയിൽ വിജയകരമായി അവിയർ DR എന്ന ലോകത്തിലെ ആദ്യത്തെ ഡുവൽ ചേംബർ ലീഡ്ലെസ് പേസ്മേക്കർ ഘടിപ്പിച്ചാണ് ആശുപത്രി ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇത്തരമൊരു നൂതന ഹൃദയ ചികിത്സ ലഭ്യമാക്കുന്ന ആദ്യത്തെ കേന്ദ്രമായി ഇതോടെ മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ മാറി. ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ നൽകുന്ന കേരളത്തിലെ മൂന്നാമത്തെ ആശുപത്രിയും രാജ്യത്തുടനീളം ഇത് നടപ്പിലാക്കുന്ന ചുരുക്കം ചില കേന്ദ്രങ്ങളിൽ ഒന്നുമാണിത്. 2025 ഒക്ടോബറിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഈ ഉപകരണം ഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ രോഗി എന്ന പ്രത്യേകതയും 86 വയസ്സുള്ള രോഗിക്കുണ്ട്. ഒരു ഗുളികയുടെ മാത്രം വലിപ്പമുള്ള ഈ അത്യാധുനിക ഉപകരണം ശസ്ത്രക്രിയയില്ലാതെ നേരിട്ട് ഹൃദയത്തിനുള്ളിൽ ഘടിപ്പിക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരമ്പരാഗത പേസ്മേക്കറുകളിൽ ഉപയോഗിക്കുന്ന വയറുകളും നെഞ്ചിൽ മുറിവുകളും ഇതിൽ ആവശ്യമില്ല. ഇത് രോഗികൾക്ക് വേഗത്തിൽ രോഗമുക്തി നേടുവാനും അണുബാധ പോലെയുള്ള സങ്കീർണതകൾ കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഭരതേഷ് UGയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഈ സങ്കീർണ പ്രക്രിയ വിജയകരമായി നടത്തിയത്. ഹൃദ്രോഗ ചികിത്സയിലെ ലോകോത്തര സാങ്കേതിക വിദ്യകൾ വേഗത്തിൽ സ്വായത്തമാക്കുന്ന ഒരു പ്രാദേശിക ലീഡറായി മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ മാറിയതിൻ്റെ തെളിവാണ് ഈ നേട്ടം. ഉത്തര കേരളത്തിനും തീരദേശ കർണാടക മേഖലയ്ക്കുമായി വീടിനടുത്ത് തന്നെ ലോക നിലവാരത്തിലുള്ള ഈ അത്യാധുനിക ചികിത്സ ലഭ്യമാകുന്നത് വലിയ ആശ്വാസമാണ്. ഡോക്ടർ ഭരതേഷ് നേടിയ ഈ നേട്ടം പ്രാദേശിക രോഗികൾക്കുള്ള മൈത്രയുടെ പ്രതിബദ്ധതയെയും ചികിത്സാ നിലവാരത്തെയും ഉറപ്പാക്കുന്നു എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. It is like a small capsule. Instead of the wire, we have a small like a capsule size. Only this big it is. So directly it is implanted inside the heart. Through we put a small puncture in the femoral, that is in the lower limb, through the small keyhole. Without giving any sedation, without any surgeries, without any cut opening or opening the heart, we do it with a keyhole like small puncture with a needle, and then enter inside through the veins. We insert inside the heart, that is to the right atrium and right ventricle. So there we insert this capsule size, very small sized implant, that is called the pacemaker, the latest one, without the wire. Okay, so without making any surgical incisions, we put inside the heart and screw it.
both the chambers in the right ventricle and the right atrium. So this is the latest technology which is introduced in India just 1 month back, in October 2025, just a month back, and we are happy to say that, we are proud to say that it is done in Kasaragod within a month, introducing into the India. That is the world's first dual chamber leadless, that is leadless means wireless pacemakers, okay, without undergoing any surgeries. So this is the latest AI based technology which is introduced even in Kasaragod. Third case in Kerala and first in among Kasaragod, Kannur and coastal Karnataka up to Goa. Chief Interventional Cardiologist Dr. Baradesh, PRO Vivekananda, Administrative Officer Ashwin, Maitra United Heart Center Manager Dhanush എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAEയുടെ 54-ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഞായറാഴ്ച മാർട്ടിയേഴ്സ് ഡേ ദിനത്തിൽ മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കും. ജദ്ദാഫിലുള്ള ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ വെച്ചാണ് ഇത്തവണയും മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചാണ് മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ദുബായ് KMCC ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ, പീസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ PS സൽമാൻ തുടങ്ങിയ ജില്ലാ KMCCയുടെ പ്രവർത്തകരിൽ പലരും 3 മാസത്തിലൊരിക്കൽ ബ്ലഡ് ഡൊണേഷൻ നടത്തുന്ന റെഗുലർ ഡോണേഴ്സാണ്. രക്തദാനം ചെയ്യുന്നവർക്കായി അബുഹൈലിൽ നിന്നും നൈഫ്, ബർദുബായ്, കറാമ വഴി സൗജന്യ ബസ് സർവീസും ഒരുക്കിയിട്ടുണ്ട്. ജദാഫ് മെട്രോ സ്റ്റേഷനിൽ നിന്നും അരമണിക്കൂർ ഇടവിട്ട് ഷട്ടർ ബസ്സും ഏർപ്പാടാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യുവാൻ പ്രത്യേക സൗകര്യം കൂടി ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ ഉണ്ടെന്നും മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് വിജയിപ്പിക്കണമെന്നും ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യപ്പാടി, ജനറൽ സെക്രട്ടറി ഹനീഫ് TR, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ എന്നിവർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 1 മാസമായി രക്തദാന ക്യാമ്പ് വിജയിപ്പിക്കുവാൻ ശക്തമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നുവരുന്നുണ്ട്. KMCCയുടെ വിവിധ കമ്മിറ്റികൾ കൂടാതെ വെൽഫിറ്റ് ഇന്റർനാഷണൽ, പീസ് ഗ്രൂപ്പ്, സേഫ് ലൈൻ, സ്കൈ ഗ്രൂപ്പ്, ബെസ്റ്റ് ഗോൾഡ്, സഫ ഗ്രൂപ്പ് തുടങ്ങിയ കമ്പനികളുടെ സ്റ്റാഫും രക്തദാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രക്തദാനം ചെയ്യാൻ എത്തുന്നവർക്ക് UAEയുടെ ദേശീയ ദിന ഗിഫ്റ്റും ഭക്ഷണവും ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. രക്തദാനം വിജയിപ്പിക്കുവാൻ പഞ്ചായത്ത്, മുനിസിപ്പൽ, മണ്ഡലം, ജില്ലാ കമ്മിറ്റികൾ സജീവമായി രംഗത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗം KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി യഹ്യ തലങ്കര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR മേൽപ്പറമ്പ് സ്വാഗതം പറഞ്ഞു. KMCC സംസ്ഥാന ഭാരവാഹികളായ അബ്ദുല്ല ആറങ്ങാടി, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമ്മൽ, ജില്ലാ ഭാരവാഹികളായ CH നൂറുദ്ദീൻ, സലാം തട്ടാഞ്ചേരി, ഇസ്മായിൽ നാലാം വാതുക്കൽ, KP അബ്ബാസ് കളനാട്, PP റഫീഖ് പടന്ന, ഹസൈനാർ ബീജന്തടുക, മൊയ്തീൻ അബ്ബ, സുബൈർ അബ്ദുള്ള, ഹനീഫ ബാവ, ഫൈസൽ മുഹസിൻ CA, ബഷീർ പള്ളിക്കര, ബഷീർ പാറപ്പള്ളി, സുബൈർ കുബണ്ണൂർ, PD നൂറുദ്ദീൻ, അഷ്റഫ് ബായാർ, സിദ്ദിഖ് ചൗക്കി, റഫീഖ് കാടാങ്കോട്, ആസിഫ് ഹൊസങ്കടി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരോഗ്യക്ഷേമ വിനോദസഞ്ചാരത്തിന് പുതിയ വഴികൾ തുറന്ന് ഗേറ്റ് വേ ബേക്കൽ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുമായി കൈകോർത്ത് ഈ മേഖലയിലെ വെൽനസ് ടൂറിസത്തിന് പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതെന്നും 123 വർഷത്തെ പാരമ്പര്യമുള്ള ആര്യവൈദ്യശാലയുടെ ആയുർവേദ ചികിത്സാനുഭവങ്ങൾ ബേക്കലിൽ ലഭ്യമാകുന്നത് നാട്ടുകാർക്കും സന്ദർശകർക്കും ഒരുപോലെ പ്രയോജനകരമാവുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1902 മുതൽ ആയുർവേദത്തെ ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിച്ച വൈദ്യരത്നം PS വാര്യരുടെ സ്ഥാപനമായ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വൈദഗ്ധ്യവും ബേക്കലിലെ പ്രീമിയം ലക്ഷറി റിസോർട്ടായ ഗേറ്റ്വേയുടെ മുൻനിര ഹോസ്പിറ്റാലിറ്റിയും ഒന്നിച്ചു ചേരുന്ന പ്രത്യേക വെൽനസ് സെന്ററാണ് ഗേറ്റ്വേ ബേക്കലിൽ ആരംഭിക്കുന്നതെന്ന് ഗേറ്റ്വേ ബേക്കൽ ജനറൽ മാനേജർ J. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും പരിശീലനം നേടിയ തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ ഇവിടെ ചികിത്സകൾ ലഭ്യമാകും. ടാറ്റ ഗ്രൂപ്പിന്റെ ഇന്ത്യൻ ഹോട്ടൽ കമ്പനി നടത്തുന്ന ഗേറ്റ്വേ ബ്രാൻഡിന്റെ കേരളത്തിലെ ആദ്യ റിസോർട്ടാണ് ഗേറ്റ്വേ ബേക്കൽ. 151 മുറികൾ, വിശാലമായ കൺവെൻഷൻ സെന്റർ, ആധുനിക സൗകര്യങ്ങൾ എന്നിവയുള്ള ഈ റിസോർട്ടിൽ ഇന്ത്യൻ അരോമ തെറാപ്പിയോടൊപ്പം കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ചികിത്സയും ലഭ്യമാകുന്നതോടെ ഇത് കേരളത്തിലെ തന്നെ മികച്ച വെൽനസ് സെന്ററുകളിൽ ഒന്നായി മാറുമെന്നും അധികൃതർ വ്യക്തമാക്കി. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മളൊരു വളരെ യുണീക്കായ ഒരു സംവിധാനം കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അത് ആദ്യമായി കേരളത്തിലെ തന്നെ ഏറ്റവും ആയുർവേദ രംഗത്ത് ഏറ്റവും പാരമ്പര്യമുള്ള, ഏകദേശം 122 വർഷത്തിലധികം പാരമ്പര്യമുള്ള PS വാര്യർ വൈദ്യരത്നം PS വാര്യരുടെ
ശിക്ഷണത്തിലുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാലയുമായി സഹകരിച്ചുകൊണ്ട് ഒരു വെൽനസ് സെൻറ്റർ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല ഇതുപോലുള്ള ഒരു ലക്ഷറി സെഗ്മെൻറ്റുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടൈപ്പിനേക്ക് തയ്യാറാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ആവശ്യപ്രകാരമുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ റിസോർട്ടിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് വെൽനസ്സും അല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവിടെ ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലേൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് ജില്ലയിൽ സാധാരണ ഒരു സ്പാ ഇന്ത്യൻ ആരോമ തെറാപ്പിയുടെ ഒരു സ്പാ ഓൾറെഡി അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതിന് പുറത്താണ് നമ്മൾ ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയുമായി ചേർന്നുകൊണ്ടുള്ള അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ്വേ ബേക്കൽ ജനറൽ മാനേജർ ജെ ഗോപാലകൃഷ്ണൻ, കോട്ടക്കൽ ആര്യവൈദ്യശാല ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിഞ്ചിത്ത് KP, ഗോപാലൻ എന്റർപ്രൈസസ് പ്രതിനിധി വിക്രം രാജ് CP എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. അറിവ് വളരുന്നതിനനുസരിച്ച് വ്യക്തിത്വത്തിന്റെ നിലവാരവും ഉയരുന്നു എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു ഈ വർഷത്തെ ആഘോഷം. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന് ഉത്സവ നിറവേകി. മഞ്ചേശ്വരം ഇൻഫാന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തിൽ 27ാം വാർഷികം സാംസ്കാരിക മികവോടെ ആഘോഷിച്ചു. അറിവ് വളരുന്നതിനനുസരിച്ച് വ്യക്തിത്വത്തിൻ്റെ നിലവാരവും ഉയരുന്നു എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു ഈ വർഷത്തെ ആഘോഷം. മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധവും പരിപാടിയുടെ പ്രധാന സന്ദേശമായി. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ എഡ്വിൻ ഫ്രാൻസിസ് പിൻഡോയുടെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പരിപാടി ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ ജയപ്രകാശ് നാരായൺ തൊട്ടത്തോടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. റവറൻഡ് ഫാദർ ഡൊമിനിക് സന്തോഷ് സെക്വേര വിശിഷ്ടാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് അനിത വേഗസ്, വിജിത്ത് ഡിസൂസ, ക്രിസ്റ്റീൻ ഡിസൂസ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഉഷ കിരൺ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സംസ്ഥാന തലങ്ങളിലുള്ള ശാസ്ത്ര കലാ കായിക മത്സരങ്ങളിൽ വിജയം കൈവരിച്ച് സ്കൂളിന് അഭിമാനമേകിയ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഷാളുകളും മെമൻറ്റോകളും നൽകി ആദരിച്ചു. സ്കൂളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി. പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിന് പ്രഭയേകി. തുടർന്ന് നടന്ന സാംസ്കാരിക വിരുന്നിൽ പാട്ടുകൾ, നൃത്തങ്ങൾ, നാടകം, മാപ്പിളപ്പാട്ട്, നാദുഗീത് തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ തങ്ങളുടെ മികവ് തെളിയിച്ചു. ഉഷാ കിരൺ സ്വാഗതവും ശശികല നന്ദിയും പറഞ്ഞു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാടകം മരിക്കില്ലെന്നും കവയിത്രി CP ശുഭ. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാടകം മരിക്കില്ലെന്നും കവയിത്രി CP ശുഭ പറഞ്ഞു. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിനേത്രിയും എഴുത്തുകാരിയുമായ CP ശുഭ. ജയരാജമേഷൊക്കെ വർഷങ്ങളായിട്ട് പരിസ്ഥിതി പ്രവർത്തനം, പ്രസംഗം മാത്രമല്ല ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളാണ്. അതുപോലെ നാരായണൻ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ, സുഭാഷ് വനശ്രീയുടെ ഉണ്ടെന്ന് തോന്നുന്നു, സുഭാഷ്, ഇങ്ങനെ ഒരുപാട് മനുഷ്യരെ പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാജേന്ദ്രൻ അടക്കമുള്ള സിനിമ പ്രവർത്തകരുണ്ട് ഇവിടെ. അപ്പൊ അത്രയും സമ്പന്നമാണ്. ഒരു നാടകത്തിന് എന്തൊക്കെ വേണമോ അതൊക്കെ അമ്പലത്തറക്കുണ്ട്. ഒരു നാടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 രൂപകങ്ങളിൽ ഒന്നാണ്. എല്ലാ അർത്ഥത്തിലുള്ള കലകളെ സമ്മേളിക്കുന്ന ഒരിടമാണ്. രംഗപടം തൊട്ട് ചിത്രരചനയും മേക്കപ്പ് തൊട്ട് ഒക്കെ
ഒക്കെ നമ്മൾ ഓരോന്ന് പരിശോധിച്ചാലും സാങ്കേതികവും സാംസ്കാരികവും അല്ലെങ്കിൽ സർഗപരമായിട്ടുള്ള എല്ലാം ചേർന്നാണ് നാടകം. സംഗീതമുണ്ട്, അതിൽ സാഹിത്യമുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, അപ്പൊ ഒക്കെ ചേർന്നാണ് നാടകം. അപ്പൊ അമ്പലത്തറയും ഇതുപോലെ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അമ്പലത്തറ നാടകം അമ്പലത്തറ തന്നെയുമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ രാജേഷ് സ്കറിയ അധ്യക്ഷത വഹിച്ചു. നാടകരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സി കണ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS പ്രോഗ്രാം കോർഡിനേറ്ററായി നിയമിതനായ ഡോക്ടർ വി വിജയകുമാറിനും ഫൈൻ ആർട്സ് സൊസൈറ്റി ആദരവ് നൽകി. അമ്പലത്തറ ഫാസിന്റെ ചരിത്രമൂതുന്ന സ്മരണിക യുവ കഥാകൃത്ത് VM മൃദുൽ പ്രകാശനം ചെയ്തു. രവീന്ദ്രൻ മുങ്ങത്ത്, ഗോപാലകൃഷ്ണ പണിക്കർ, വേലായുധൻ കൊടമലം, പനങ്ങാട്ട് നാരായണൻ നായർ, MK ഭാസ്കരൻ, അമ്പലത്തറ നാരായണൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ PV ജയരാജ് സ്വാഗതവും ജയരാജൻ കണ്ണൂത്ത് നന്ദിയും പറഞ്ഞു. മടിക്കൈ നാദക്കോട്ട് കഴകം വനിതാ പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി അവതരിപ്പിച്ചു. ഉദ്ഘാടന ദിവസം കാഞ്ഞങ്ങാട് ജനനിയുടെ ചൂട്ട് അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന തിരുമുൽക്കാഴ്ച സമർപ്പണത്തിൽ നിരവധി ആളുകൾ അണിനിരന്നു. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. മടിയൻകുന്ന് താനത്തിങ്കാൽ തറവാട്ടിൽ നിന്നുമാണ് തിരുമുൽക്കാഴ്ച ആരംഭിച്ചത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയും താലപ്പൊലിയേന്തിയ പിഞ്ചുബാലികമാരുടെ അകമ്പടിയും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. കൂടാതെ നിശ്ചല ദൃശ്യങ്ങളും തിറയാട്ടവും വിവിധ നൃത്തങ്ങളും കരടിവേഷവും DJ മിക്സും തിരുമുൽക്കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടി. നിരവധി ആളുകളാണ് തിരുമുൽക്കാഴ്ചയിൽ അണിനിരുന്നത്. ക്ഷേത്രത്തിൽ പൂമാരുതൻ തെയ്യത്തിന്റെ വെള്ളാട്ടം തിരുമുൽക്കാഴ്ചയെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് അത്ലറ്റിക് മീറ്റ് 2025 നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്നു. 60 ഇനങ്ങളിൽ 500 കായിക താരങ്ങൾ മാറ്റുരച്ചു. തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് അത്ലറ്റിക്സ് മീറ്റ് 2025 നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്നു. തളിപ്പറമ്പ് മുതൽ മഞ്ചേശ്വരം വരെയുള്ള 20ഓളം സ്കൂളുകളിൽ നിന്നായി 60 ഇനങ്ങളിൽ 500 കായിക താരങ്ങൾ മാറ്റുരച്ചു. ചെറുപ്രായത്തിൽ തന്നെ മികച്ച കായിക താരങ്ങളെ കണ്ടെത്തി ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള നടത്തിയത്. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് ഉദ്ഘാടനം ചെയ്തു. This field, this track, this arena is more than just a venue for competition. It is a crucible where character is formed. You have already won by dedicating countless hours to training, by pushing your bodies to the limit, and by sacrificing comfort for discipline. You have already exhibited the true qualities of a champion: commitment, resilience, and passion. Today is about testing yourself. It is about striving for a personal best, not just about defeating the opponent next to you. സഹോദയ പ്രസിഡന്റ് C ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിനയകുമാർ, K ദിനേശ്, TK പ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു.
ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ അജയ് കുമാർ സ്വാഗതവും സിസ്റ്റർ ടെസി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉച്ചഭക്ഷണം പോഷകസമൃദ്ധവും രുചികരവും വൈവിധ്യവുമാക്കുന്നതിനും പ്രാദേശിക വിഭവങ്ങൾ കണ്ടെത്തി ഉൾപ്പെടുത്തുന്നതിനുമായി ഹോസ്ദുർഗ് ഉപജില്ലയിലെ 80ഓളം സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത പാചക തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാചക മത്സരം സംഘടിപ്പിച്ചു. മേലാങ്കോട് AC കണ്ണൻ നായർ സ്മാരക UP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉച്ചഭക്ഷണം പോഷകസമൃദ്ധവും രുചികരവും വൈവിധ്യമാക്കുന്നതിനും പ്രാദേശിക വിഭവങ്ങൾ കണ്ടെത്തി ഉൾപ്പെടുത്തുന്നതിനുമായി ഹോസ്ദുർഗ് ഉപജില്ലയിലെ 80ഓളം സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത പാചക തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക സ്കൂളിൽ ഈ വർഷത്തെ ഹോസ്ദുർഗ് ഉപജില്ലാ പാചക മത്സരം നടന്നു. 12 മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരം ഹോസ്ദുർഗ് AEO K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പാചക തൊഴിലാളികൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ കഴിവും അവരുടെ ഊർജ്ജവുമാണ് ഓരോ ദിവസവും സ്കൂളിന് ഊർജ്ജം പകരുന്നത്. പാചക തൊഴിലാളികളുടെ പാചക കല വൈദഗ്ധ്യം മനസ്സിലാക്കാനും അതോടൊപ്പം അവർക്കൊരു ഊർജ്ജം പകരുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പാചക മത്സരം നടത്തുന്നുണ്ട്. ഈ വർഷവും അത് നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹോസ്ദുർഗ് സബ് ജില്ലയിലെ 80ഓളം സ്കൂളുകളിൽ നിന്നായിട്ട് അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പാചക തൊഴിലാളികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ മത്സരത്തിനാണ് നമ്മളിനി കാത്തിരിക്കുന്നത്. സ്കൂൾ HM KV നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഫയർ ഓഫീസർ ചന്ദ്രൻ വെള്ളിക്കോത്ത്, PTA വൈസ് പ്രസിഡന്റ് G ജയൻ, മദർ PTA പ്രസിഡന്റ് KV റീജ എന്നിവർ സംസാരിച്ചു. പാചക വിദഗ്ധൻ നാരായണൻ പട്ടേന, ജില്ലാ ആശുപത്രി ഡയറ്റീഷ്യൻ K ശ്രുതി, സ്കൂൾ വിദ്യാർത്ഥി സാരംഗ്, സരസ്വതി സ്കൂൾ HM എന്നിവർ അടങ്ങിയ ടീമാണ് വിധികർത്താക്കളായത്. നോൺ മെയിൽ ഓഫീസർ ദിനേശൻ വണ്ണാർവയൽ സ്വാഗതവും സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സൈജു KV നന്ദിയും പറഞ്ഞു. വിഭവങ്ങളുടെ പോഷകമൂല്യം, വൈവിധ്യം, രുചി അടങ്ങിയ 5 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 1 മണിക്കൂർ നീണ്ടുനിന്ന വാശിയേറിയ മത്സരമാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. മലയോര ഹൈവേയിലെ കാറ്റാങ്കവലയിലാണ് അപകടമുണ്ടായത്. കാസർഗോഡ് വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. റെയിൽവേ സ്റ്റേഷൻ കറന്തക്കാട് റോഡിന്റെ ദയനീയാവസ്ഥ. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നൌഫൽ ട്രെയിനിടിച്ച് മരിച്ചതല്ല, കൊലപ്പെടുത്തിയതെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന യോഗം നടത്തി. അസിസ്റ്റന്റ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ M നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ ഡ്യുവൽ ചേംബർ ലീഡ്ലെസ് പേസ് മേക്കർ ഇനി കാസർഗോട്ടും. ചരിത്ര നേട്ടവുമായി കാസർഗോഡ് മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി അഖില കേരള നാടകോത്സവം നടത്തി. ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്ന് കവയിത്രി CP ശുഭ. തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് അത്ലറ്റിക് മീറ്റ് 2025 നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്നു. 60 ഇനങ്ങളിൽ 500 കായിക താരങ്ങൾ മാറ്റുരച്ചു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.